ഹായ്, ഇന്ന് ഒരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഈ അമ്മായിയമ്മ മരുമകൾ സെക്ടറിൽ നമ്മളൊരു സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ എങ്ങനെ ഒരുമിച്ച് പെരുമാറേണ്ട കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞുള്ളൊരു വീഡിയോയിൽ നമ്മൾ മരുമകൾ അമ്മായിയമ്മയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ പറ്റി നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ അമ്മായിയമ്മ മരുമകൾ സെഗ്മെൻറ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമ്മായിയമ്മ എങ്ങനെ മരുമകളോട് പെരുമാറണം, ഏതൊക്കെ രീതിയിൽ മരുമകളെ ഒതുക്കാം. ഒതുക്കൊന്നും വേണ്ട, സ്നേഹത്തോടുകൂടി മകളായി കണ്ടാൽ മതി. അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഉള്ളിൽ നിന്ന് വളരെ സ്നേഹത്തോടുകൂടി ഹോണസ്റ്റി ആയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. രണ്ടാമത്, റെസ്പെക്റ്റ് ഹെർ അട്ടോണമി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളാണ്. ഇപ്പം മരുമോൾ വന്നിരിക്കുന്നത് മറ്റൊരു കൾച്ചറുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കൾച്ചറിൽ ചില സമാനതകളുണ്ടെങ്കിലും ഡിഫറൻസസ് ഉണ്ടാകാം. അപ്പോൾ അവരുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് അമ്മായിയമ്മ എപ്പോഴും ശ്രമിക്കണം. ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ അവിടെ തീരും. 2 പോയിൻറ്റ്സ് പറഞ്ഞാൽ, ആദ്യത്തെ പോയിൻ്റാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് വെർബലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്, അത് പല വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ അവരുടെ ഓട്ടോണമിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. എന്നാൽ സ്വയം ഭരണ അവകാശം എന്ന് പറയാൻ സ്വയം നിലനിൽക്കുന്ന ഒരു രീതി. അപ്പോൾ അവരൊരു വ്യക്തിയായി കണ്ട്, മറ്റൊരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളായി കണ്ട് അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ പകുതി പ്രശ്നങ്ങൾ തീരും. പലപ്പോഴും അമ്മായിയമ്മമാർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ്സാണ്. ഒരു റെഫറിയുടെ റോളാണ് പലപ്പോഴും അമ്മായിയമ്മമാർ പലയിടത്തും ചെയ്യുന്നത്. ജഡ്ജ്മെൻറ്റ്സ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ജഡ്ജ്മെൻറ്റ്സിന് പകരമായിട്ട് ഒരു കോച്ചിൻ്റെ റോൾ ചെയ്ത് നോക്കി. ഇപ്പോൾ ഫുട്ബോൾ കളിയിൽ റെഫറിയും കോച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. റെഫറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് മഞ്ഞ കാർഡ് കാണിക്കും, ചുവന്ന കാർഡ് കാണിക്കും, റെഡ് കാർഡ് കാണിക്കും, അത് തോന്നണ പോലെ കാർഡ് കാണിക്കും, അവനെ പുറത്തെടുക്കും, ഇത് പൊക്കും. അപ്പോൾ ഒരു റെഫറി എന്നുള്ളത് മാറി ഒരു കോച്ചായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഓഫർ സപ്പോർട്ട്, നോട്ട് ജഡ്ജ്മെൻറ്റ്സ്. എപ്പോഴും നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളൊരു ജഡ്ജ്മെൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലൊരു ഹാർമണി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ലെന്ന് വരും. അപ്പോൾ അമ്മായിയമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബി എ കോച്ച്, നോട്ട് എ ജഡ്ജ്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ബൗണ്ടറീസ്. ഇപ്പം നേരത്തെ നമ്മൾ മരുമകളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ബൗണ്ടറീസ് ചിലപ്പോൾ മരുമകളൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും, അല്ല അമ്മായിമ്മ വെച്ചിട്ടുണ്ടാവും. ഈ ബൗണ്ടറിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ മരുമകളൊരു ബൗണ്ടറി അമ്മായിമ്മയ്ക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അനാവശ്യമായിട്ട് അമ്മ എൻ്റെ സൗന്ദര്യ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ്, അതിൽ അമ്മ ഇടപെടരുത് എന്നൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻ്റെ വീട്ടിലേക്കൊരു എൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യത്തിൽ ആ ഒരു ബൗണ്ടറി, അതിലിടപെടരുത് എന്നൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാകും. ആ ബൗണ്ടറി മറ്റൊരു ഇൻഡിവിജ്വൽ വെക്കുന്ന ഒരു ബൗണ്ടറി ആയി കണ്ട് അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവളെന്തിനാണ് ബൗണ്ടറി വെക്കുന്നത്, അത് അവൾ ആരാണ് ബൗണ്ടറി വെക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യാതെ ആ ബൗണ്ടറിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു കുടുംബജീവിതം നമുക്കവിടെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടും. അത് നമ്മളുടെ പ്രവൃത്തികളിൽ നിന്നും നമ്മുടെ സംസാരത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ട്രസ്റ്റ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ ട്രസ്റ്റ് നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ട്രസ്റ്റ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഫൈൻഡ് കോമൺ ഗ്രൗണ്ട്സ്. അപ്പോൾ പലപ്പോഴും കോമൺ ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും, എൻ്റെ ഒരു ക്ലയൻറ്റ് പണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മായിയമ്മയും തമ്മിൽ ഉടക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ അവർ തമ്മിൽ ചില കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പുറത്തെ വീട്ടിലെ
സുമതി ചേച്ചിയുടെ കുറ്റം പറയാനായിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റി കുറ്റം പറയാനായിട്ട് ഒരുമിച്ചിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ കണ്ടുപിടിക്കേണ്ടത്. രണ്ടുപേരുടെയും കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിക്കുക. ആ കോമൺ ഇൻട്രസ്റ്റിൽ അമ്മായിമ്മ മുൻകൈ എടുത്തിട്ട് മരുമകൾക്കും അമ്മായിമ്മയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക, മറ്റേ ആളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എത്ര സമയം എടുത്താലും വേണ്ടില്ല. ടേക്ക് ടൈം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡോട്ടർ ലോസ്, പ്രോസ്പെക്റ്റീവ്സ്, പെർസെപ്റ്റീവ്സ് എന്താണെന്ന്, അവരുടെ ധാരണകൾ എന്താണെന്ന് മനസ്സിലാക്കുക. എക്സ്പീരിയൻസ്, എക്സ്പെർട്ട്, ആ മരുമകൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മരുമകളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അമ്മായിമ്മ ശ്രമിക്കണം. പിന്നെ അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അല്ല, എമ്പത്തറ്റിക്കലി, നേരത്തെ പറഞ്ഞിരുന്നു എമ്പത്തറ്റിക്കലി നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും നമുക്ക് വേണ്ടത് ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പാരൻ്റ്. കാരണം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മരുമോൾ ശരിക്കും മകളായിട്ട് കാണേണ്ടതാണ്. അപ്പോൾ മരുമോളെ എപ്പോഴും മകളായിട്ട് കണ്ടിട്ട് ഒരു പാരൻ്റ്, ഒരു അച്ഛനും അമ്മയും പെരുമാറുന്ന രീതിയിൽ അവരോട് പെരുമാറാൻ ഈ അമ്മായിയമ്മ ശ്രമിക്കണം. എങ്കിൽ ആ പ്രശ്നങ്ങൾ പകുതിയൊക്കെ ഒഴിവാകുക. ഫ്ലെക്സിബിളാകുക, കൂടുതൽ ഫ്ലെക്സിബിളാകുക. റിജിഡായിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നേരത്തെ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു ജഡ്ജാകാതെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു നല്ല കോച്ചായിട്ട് മാറുക. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ റെസ്പെക്റ്റ് ഹർ റോൾ ആസ് എ പാരൻറ്റ്. ഇപ്പോൾ പലപ്പോഴും ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ അമ്മായിമ്മമാർ പലപ്പോഴും തുടക്കത്തിലൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഈ കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഈ കുട്ടികളെ ശാസിക്കുന്നതിൽ, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ പാരൻറ്റിങ്ങിലൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അമ്മായിമ്മ. അങ്ങനെയല്ല, ഞാൻ കുട്ടിയെ വളർത്തിയല്ലോ, ഞാനിവിടെ 10 കുട്ടികളെ വളർത്തിയ എക്സ്പീരിയൻസ് നിനക്കില്ലല്ലോ. പക്ഷേ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറകൾ വരുമ്പോൾ ആ തലമുറകളുടെ ചിന്തകൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതുതലമുറ അവരുടെ സമയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ തലമുറയാണ് പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ തലമുറ പുതിയ തലമുറയുടെ ഒപ്പം ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഒപ്പം പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവില്ല. അപ്പോൾ പുതുതലമുറ എപ്പോഴും നമ്മുടെ കുട്ടികൾ അവരുടെ സമയത്താണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ വെല്ലിങ് ടൈമിലാണ് അവർ. നമ്മളാണ് പുറകിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പം നമ്മൾ അവരുടെ ഒപ്പം ഓടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അവരുടെ ചിന്തകളുടെ ഒപ്പം ഓടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അവരുടെ ധാരണകൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ ആക്ടിവിറ്റീസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ആ ഒരു തലമുറകളുടെ ഒരു ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യില്ല. അപ്പോൾ റെസ്പെക്റ്റ് ഹർ റോൾ ആസ് എ പാരൻറ്റ്. ഇപ്പോൾ നമ്മുടെ മരുമകൾ നാളെ ഒരു അമ്മയായി കഴിയുമ്പോൾ ആണ് പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. കുട്ടിയെ നോക്കുന്നത് ശരിയല്ല, കുട്ടിയെ അങ്ങനെ ചെയ്യുന്നു, കുട്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരുപാട് കംപ്ലയിൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളർന്നു വന്ന രീതി ആയിരിക്കില്ല പുതുതലമുറ വളർന്നു വരുന്ന രീതി. അപ്പോൾ അവരുടെ ആ പാരൻറ്റിങ്ങിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതൊരു ജഡ്ജ്മെൻ്റൽ വേയിലായിരിക്കരുത്, അതൊരു കോച്ച് എന്നുള്ള രീതിയിലായിരിക്കണം പലപ്പോഴും നമ്മളവരോട് ഇടപെടേണ്ടത്. പിന്നെ പലപ്പോഴും നമ്മൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസിറ്റീവ് എക്സാമ്പിളായി മാറുക എന്നുള്ളവർ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ഒരു അനിമലാണ്. മനുഷ്യനും ഒരു അനിമൽ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ അവരുടെ മുന്നിൽ ഒരു എക്സാമ്പിളായിട്ട് മാറുക, അല്ലാതെ നമ്മളവരെ എല്ലാത്തിനും കുറ്റപ്പെടുത്താതെ നമ്മളവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറുന്നു. ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക, നമ്മുടെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, നമ്മുടെ കോമൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കി അങ്ങനെ പോകാനായിട്ട് കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം അവരുടെ മുന്നിലൊരു എക്സാമ്പിളായിട്ട് നിലനിൽക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ റിലേഷൻഷിപ്സൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് മുന്നിലേക്ക് ഈസി ആയിട്ട് പോകും. മരുമകൾ ഇനി പിടിച്ച് ഏത് ചാക്കിലോ കുപ്പിയിലോ എവിടെ വേണം ആക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ വളരെ സ്നേഹത്തോടു കൂടി മരുമോൾ തന്നെ ചാക്കി കയറിയിരുന്നത്
അമ്മായിയമ്മ ചാക്കിലാക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ വളരെ നല്ല ഭംഗിയുള്ള ഒരു പോയിൻ്റ് പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മൾക്ക് മറ്റൊരാളുടെ മനസ്സിലേക്ക് എത്താനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മരുമോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതും അമ്മായിയമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം അതിൽ കലക്കി ആ ഒരു ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് പോലും നമ്മുടെ മാനസികമായിട്ട് പലപ്പോഴും ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലെങ്കിലും അതൊന്ന് പറയുകയാണ്. ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലയിടത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ അയാളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ആ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം കൂടിയാണ് ആ ഭക്ഷണത്തിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ്. ദോശ ഇട്ടേക്കാൻ ചുട്ട് പോകുന്ന ആ ദോശ ഇടുമ്പോൾ ആ ദോശയുടെ വക്കുകൾ ഒക്കെ വളരെ ഭംഗിയായിട്ട് വെച്ച് അതിലൊരു വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ മരുമോൾക്ക് വേണ്ടി നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ മരുമകളുടെ ഹൃദയം കീഴടക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നല്ല സ്നേഹമുള്ള അമ്മായിമ്മമാരും മരുമകളുമൊക്കെ ലോകത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.